ബിരിയാണി ഹാഫ് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 12:25 ഇപ്പം ഇവിടുന്ന് ഹോട്ടലിലെ ആൾക്കാരാണ് പറയണത് അവിടെ 12 മണിക്ക് ബന്ധാവുന്നു. എന്നുവെച്ചാൽ ഇന്നലെ ക്ലോസ് ചെയ്ത പോലെ ഇന്ന് 12 മണിക്ക് ബന്ധാവുമെന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഷൂവും സോക്സും വാങ്ങേണ്ട എല്ലാം നമ്മൾ ക്യാൻസലായിട്ട് നേരെ ഇപ്പോൾ പോയി നോക്കുകയാണ്. കയറാൻ പറ്റിയാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ ഇന്ന് വീണ്ടും ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. പൊളി വണ്ടിയാട്ടോ, ഒരു രക്ഷല്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. കാർബോർഡ് പെട്ടി കൊണ്ട് വണ്ടി ഉണ്ടാക്കി അടി. കാർഗിലേക്ക് പോണ വഴിയുള്ള ഒരു കാഴ്ചയാണ്. കണ്ട, മഞ്ഞ് ചികഞ്ഞ് മാറ്റിയാണ് നമ്മൾ പോയത് എന്ന് പറയാം. കാരണം ചിലപ്പോൾ രാത്രിയൊക്കെ നന്നായിട്ട് പെയ്യുമായിരുന്നു. ഇപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞ്. പോട്ടെ പോട്ടെ പോട്ടെ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയാം. ഒരു രക്ഷയില്ല. വേണ്ട, മഞ്ഞൊരുക്കിയിട്ട് വെള്ളം ഇങ്ങനെ ഇതാണോ, ഈ മഞ്ഞ് ഉരുക്കിയിട്ട് വെള്ളം ഇങ്ങനെ താഴേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ കണ്ട അത്യാവശ്യം നല്ലൊരു പൊക്കയാണ്. ഫുള്ള് ബ്ലോക്കാണ്. രാജാവ് കഷ്ടിച്ച് വരുന്നുണ്ട്. നല്ല കംപ്ലീറ്റ് ബ്ലോക്കാണ്. എന്താ, കംപ്ലീറ്റ് ബ്ലോക്കാണ്. ബൈക്ക് ഇങ്ങനെ ഇടയിൽ കൂടെ കയറി പോകണം. ഏത് നിമിഷവും വീഴാനായി നിൽക്കുന്ന പാറകളാണ്. എൻ്റെ പാറയെല്ലാം വീണിട്ട് ഒന്നുകിൽ പാറ അല്ലെങ്കിൽ മഞ്ഞ്, അതാണ് അവസ്ഥ. എന്താ ഇപ്പോൾ നല്ല ഒന്നാം തരം കൊക്കയാണ്. നല്ല അഡ്വഞ്ചർ, വെരി ഡേഞ്ചർ റൂട്ടാണ്. ഇത്രയും പതുക്കെ പോണേ പോടാ.
ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൊളപ്പം ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. കാരണം മഞ്ഞ് കണ്ട, മഞ്ഞ് തട്ടിത്തരേ, മഞ്ഞ് തട്ടിത്തരട്ടെ. അയ്യോ 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 ഒളി ഇടും. അപ്പുറത്തും മഞ്ഞാണ്. ഈ കാണുന്ന മഴവെള്ളമല്ല കേട്ടോ, മഞ്ഞൊരുക്കിയിട്ടുള്ള സംഭവമാണ് ഈ വെള്ളങ്ങളെല്ലാം. ഫോട്ടോ ഏകദേശം 30 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. അതിന് 2 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ബ്ലോക്കും മഞ്ഞ് വീഴ്ചയും. പിന്നെന്താ മൊത്തം അങ്ങനെ ആയിരുന്നു കണ്ടോ. മഞ്ഞ് വീഴുമ്പോൾ JCB യൂസ് ചെയ്തിട്ട് കണ്ടോ അതിങ്ങനെ മാറ്റുന്നുണ്ട്. പാവം നല്ല പണിയാണ്. ഒരു ചായ കിട്ടിയപ്പോൾ സന്തോഷമുണ്ടല്ലോ. ഇതോ അവിടെ ഈ 2 പെട്ടി പോലെ കാണതേ വാഷ്റൂമാണേ. മുള്ളാൻ വേണ്ടി അവിടെ പോയപ്പോണ്ടല്ലോ ടോയ്ലറ്റിൽ മറ്റേ ടോയ്ലറ്റിലെ നമ്മുടെ ക്ലോസറ്റിലെ വെള്ളം വരെ തണുത്ത് ഉറങ്ങിയെടുക്കണം. ലഡാക്കിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടത്. ഇവിടെ എല്ലാം നമ്മുടെ സോൾജേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ സോജില വാർ, അതായത് സോജില പാസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോജില യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ചെറിയൊരു മെമ്മോറിയലാണിത് കണ്ടോ. പിന്നെ അതേപോലെ കണ്ടോ സോൾജേഴ്സ് കഷ്ടപ്പെട്ടിട്ട് ആ മഞ്ഞും കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മഞ്ഞിങ്ങനെ വീഴുകയാണ് കണ്ടോ. വീഴുന്നതിനനുസരിച്ച് അവരിങ്ങനെ മഞ്ഞ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെച്ചാൽ ഇതൊക്കെ ആർമിയുടെ ഓരോ ബേസ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടോ. ഇതൊരു ടാങ്ക് കണ്ടില്ല അവിടെ. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് പാവം. കാരണം മഞ്ഞിങ്ങനെ മേലെ നിന്ന് മഞ്ഞ് വീണിട്ട് ഈ വഴിയെല്ലാം ക്ലോസ് ആയിട്ട് ഇപ്പോൾ അത് അവർ എടുത്തിട്ട് ഇങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റോഡിലും കണ്ടോ. അവിടെ ആണെങ്കിൽ JCB കണ്ടോ, JCB മഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഒരു ലോറിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ വർക്ക് ചെയ്തെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല മഞ്ഞ് വീഴ്ചയാണ്. ിലേക്ക് വരുന്ന വഴിക്ക് ഡ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി കാർഗിലിലേക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ ഡ്രാസിൽ എന്തിനു വന്നതെന്ന് വെച്ചാൽ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ അതിൻ്റെ ഒരു സ്മരണക്കായിട്ട് അല്ലെങ്കിൽ സ്മാരകമായിട്ട് ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ രാജാവ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇത് കണ്ടോ ഈ ബാഗ് അങ്ങോട്ട് അലൗഡല്ല. അപ്പോൾ ക്യാമറ അതിലുള്ളത്, അപ്പോൾ അത് ബൈക്കിൽ വെക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാജാവ് തിരിച്ച് വന്നിട്ട് ഞാൻ കയറാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ കേട്ടോ ഡ്രാസ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും മുകളിൽ ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ലോകത്തിൽ തന്നെ 2ാമത്തെ പ്ലേസാണ് ഇത്. എന്നുവെച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. സമുദ്രനിരപ്പിന്ന് ഉയരത്തിൽ താമസിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡ്രാസ് എന്ന് പറഞ്ഞത്. അതായത് വേൾഡിൽ തന്നെ 2ാമത്തെ. കാരണം അതുകൊണ്ട് തന്നെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ നല്ല തണുപ്പാണ് സംഭവം. ഇപ്പോഴും കണ്ട നല്ല വിറയ്ക്കാണ്. അപ്പോൾ നമുക്ക് കാർഗിലിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് ഇവിടെ എല്ലാം യുദ്ധം നടന്നിരുന്നു. ഇവിടൊക്കെ പിന്നെ ഭീകരർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി അവരെ പിന്നെ എന്താ പറയുക നമ്മൾ യുദ്ധത്തിലൂടെ അവരെ പരാജയപ്പെടുത്തിയത്. ആ കാണുന്ന മലനിരകളിൽ നിന്നൊക്കെ നന്നായിട്ട് ആക്രമണം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഒരു
മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ഇപ്പം അത് ഓപ്പൺ അല്ല, മെയിൻ്റനൻസ് ആണ്. പിന്നെന്താ അന്ന് യൂസ് ചെയ്ത ഇതായിരിക്കും, വിമാനമായിരിക്കും. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ലോങ്കിവാലയിൽ, രാജസ്ഥാനിൽ ലോങ്കിവാലയിലും ഇങ്ങനൊരു മെമ്മോറിയൽ ഉണ്ടായിരുന്നു. അതേപോലെ അന്ന് യൂസ് ചെയ്ത വെപ്പൺസ് കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ വെച്ചിരുന്നു. സോ ഇത് ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് വെപ്പൺസ് കാര്യങ്ങളെല്ലാം അവർ അന്ന് യൂസ് ചെയ്ത് കാണിച്ചിരുന്നു. പക്ഷേ അതിലുപരിയായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, അന്ന് വീരമൃത്യു അടഞ്ഞ ജവാന്മാരുടെ എന്താ പറയുക, അവരുടെ ഒരു എന്താ പറയുക, അവരടക്കം ചെയ്തത് ഇതാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അത്യാവശ്യം ഒരുപാട് ആൾക്കാർ അന്ന്, ഒരുപാട് സൈനികരന്ന് ജീവൻ ത്യാഗം ചെയ്തിട്ടുണ്ട്. അത്രയും അത്യാവശ്യമുണ്ട് സംഭവം. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നുള്ളത് മ്യൂസിയവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മ്യൂസിയം ഓൾറെഡി പറഞ്ഞല്ലോ, പിന്നെ മെയിൻ്റനൻസ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ ഒരു സുവനീർ ഷോപ്പുണ്ട്. പിന്നെ അതേപോലെ അന്ന് എന്താ സംഭവിച്ചതെന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വീഡിയോ പ്രസൻറ്റേഷൻ റൂമിലാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം ആളുകൾ ഫില്ലായിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 2-3 ആളുകൾ മാത്രം വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയലിൽ കണ്ടു കാര്യങ്ങളെല്ലാം. ഉള്ളിൽ മറ്റേ ഇത് വീഡിയോസ് അലൗഡ് അല്ലായിരുന്നു. മീൻസ് നമ്മുടെ മറ്റേ വീഡിയോസ് കാണിക്കുമല്ലോ, അത് അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ നേരെ കാർഗിലേക്കാണ് പോണത്. കാർഗിലേക്ക് എത്താൻ ഇനി 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ കണ്ടോ, കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഒരു ബൈക്കിന് വരെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നമ്മളിനി എത്ര മണിക്കൂർ ഇവിടെ കിടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി ഗൂഗിൾ മാപ്പ് 2 മണിക്കൂർ പറഞ്ഞ ട്രാവലാണ്. നമ്മളിപ്പോൾ 9 മണിക്കൂറായി. അതാണ് ഇവിടുത്തെ ട്രാഫിക്കും പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, റോഡിൻ്റെ ആ ഒരു റോഡ് കംപ്ലീറ്റ്ലി പ്രോബ്ലം ആയിരുന്നു റോഡ്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നല്ല സമയം എടുത്തിട്ടുണ്ട്. ആ രാജാവ് ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് പാവം. ഞാൻ ഈ ട്രാഫിക് എവിടെ എത്തിയെന്ന് അല്ലെങ്കിൽ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴൊന്നും കഴിച്ചിലാവും തോന്നുന്നില്ല. ശ്രീനഗർ എവിടെ, ഓക്കെ, കാർഗിൽ നമ്മളെത്തി. റൂമെല്ലാം എടുത്ത് ലഗേജ് കാര്യങ്ങളൊന്നും, കാരണം 4ാമത്തെ ഫ്ലോറിലാണ്, ടെറസിൻ്റെ മേലെയാണ് റൂം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ തപ്പി നടക്കുകയാണ്. ലഗേജ് കാര്യങ്ങളൊക്കെ പാർക്കിംഗ് തന്നെ വെച്ചിട്ടുണ്ട്. തിരിച്ച് പോകുമ്പം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് തെരുവ്. ഈ കാശ്മീരിലെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റിയും ഇങ്ങനെ തന്നെയാണ്. പഴയ ബിൽഡിങ് കാര്യങ്ങൾ. പിന്നെ ഒരു 8 മണിയാകുമ്പോഴേക്കും ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്, കടകളൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. റെസ്റ്റോറൻറ്റ് കണ്ട് കയറി വന്നപ്പം റൊട്ടിയില്ല, പൊറോട്ട ഇല്ല, പിന്നെ അരി ഭക്ഷണം ഒന്നുമില്ല. നോക്കുമ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചപ്പോൾ ചിക്കൻ മാത്രമേ ഉള്ളൂ. ചിക്കനും ഫിഷ് പിന്നെ അറിയാമല്ലോ, നമ്മൾ വാങ്ങിയിരിക്കണമെന്നല്ല, ഇവരുടെ പോയത്തെ ഫിഷായിരിക്കും. ചിക്കൻ പറഞ്ഞു 1 കിലോ ചിക്കൻ, ആ 1 കിലോ ചിക്കൻ മാത്രമായിട്ടിരുന്ന് കഴിക്കാം. അതാണ് വെറൈറ്റി, ചിക്കൻ ഫ്രൈ. അങ്ങനെ ഇതാ നമ്മുടെ സ്പെഷ്യൽ സാധനം വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ, പിന്നെ 2 മറ്റേ ചമ്മന്തി പോലത്തെ എന്തോ ആണ്. തിന്ന് നോക്കട്ടെ എങ്ങനെയാണ് സംഭവം. ഭയങ്കര ഉപ്പ്. ഇത് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഉപ്പ്. നമ്മളെനിക്ക് റാഡിഷ് എന്തോ സംഭവമല്ലേ, വെളുത്ത ക്യാരറ്റ്, അതിൻ്റെ ഒരു സലാഡുണ്ട്. പക്ഷെ നല്ല ഉപ്പുണ്ട്. ഇതൊന്ന് നോക്കാം. ഇത് മെയിൻലി ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ ബിരിയാണി ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഫ്രൈ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം തരും. ഇത് പിന്നെയും കുഴപ്പമില്ല.
ചിക്കൻ ഫ്രൈ അത്ര ക്രിസ്പി അല്ല. അടിപൊളി മസാലയാണ്. പൊളി. നമ്മളങ്ങനെ കാർഗിലിലെ റൂമിലാണ് കുളിച്ച് ഫ്രഷായി. പിന്നെ ഇവിടെ മറ്റേ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഡ്രസ്സെല്ലാം കൂടി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടി നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം ഡ്രസ്സ് ഉണങ്ങണം. അപ്പോൾ 2 ദിവസം നമ്മൾ കാർഗിലുണ്ടാവും. ഭക്ഷണം എല്ലാം കാണിച്ചു തന്നില്ലേ, നല്ല അടിപൊളി ചിക്കൻ കബാബ്, ചിക്കൻ ഫ്രൈ, സംഭവം പൊളിയായിരുന്നു, വെറൈറ്റി ആയിരുന്നു. ഇനിയിപ്പം ഡ്രസ്സ് അലക്കിയിട്ട് എല്ലാം ഒന്ന് അഴയമ്മലിട്ടിട്ട് കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഭയങ്കര ടയർഡാണ്, അറിയാലോ. 1.5 മണിക്കൂറിനൊരു ജേണി 9 മണിക്കൂറാണ് തീർന്നത്. അതിൽ റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാർഗിലിലെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് കുറച്ച് ലൈറ്റായി പോയി, നല്ല ടയർഡാണ്, ഭയങ്കര തലവേദനയും ഓക്സിജൻ കുറഞ്ഞതിൻ്റെ പ്രശ്നമായിരിക്കും. ഇതുകൊണ്ടോ നല്ല വ്യൂ ആണ്. നമ്മളെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണിച്ചല്ലോ, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും മലകളും. അവിടെ മഞ്ഞുമലയാണ് കേട്ടോ. പിന്നെ നല്ലൊരു അടിപൊളി ടെറസൊക്കെ ഉണ്ട് റൂമിന്. കണ്ടോ, ഇവിടെ തന്നെ ചെയറിട്ടൊക്കെ ഇരിക്കുക. പക്ഷെ തണുപ്പായതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയറിട്ട് ഇരിക്കണമെന്നില്ല, കാരണം ഓൾറെഡി ഇപ്പം നല്ല കോൾഡായിട്ടുണ്ട്. എന്താ ദൂരെ മഞ്ഞുമല ഉണ്ടല്ലോ. പിന്നെ ഈ സൈഡിലൊക്കെ ഉണ്ടാ, ഞാൻ റൂമിൽ നിന്ന് കാണിച്ച ഒരു നദിയാണ്, ഏതോ ഒരു നദിയോ എന്തോ, മലേൻ്റെ എടുക്കുന്ന വെള്ളം ഇങ്ങനെ മഞ്ഞുരുകിയിട്ട് വെള്ളം വരുന്നതാണ്. അപ്പോൾ സമയം ഇപ്പോൾ 12:15. വേറൊരു പരിപാടിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത്യാവശ്യം ഉച്ച വരെ കിടന്നുറങ്ങാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതെ, ഒരു 100 മാൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ്, പാകിസ്ഥാൻ്റെ അധീനതയിലായിരുന്ന ഒരു വില്ലേജാണ്. അതിപ്പോൾ ഇന്ത്യയിലാണ്, നമ്മുടെ യുദ്ധത്തിന് ശേഷം. അപ്പോൾ ആ ഒരു വില്ലേജ് കാണലാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അത് ഒരു 6 കിലോമീറ്ററിൽ ഉണ്ടാവുള്ളൂ, ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ റൂം ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് എല്ലാം ഒന്ന് അലക്കാം ഒക്കെ വിചാരിച്ച്. പക്ഷെ എന്തായാലും നല്ല കോൾഡ് പിടിച്ചിട്ടുണ്ട്, പനിയെന്ന് തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പാരസിറ്റാമോൾ അടിക്കണം, എന്നാലും ശരിയാവുള്ളൂ. ഓക്സിജൻ്റെ കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു, തലവേദന ഉണ്ട്, നല്ല കോൾഡും ഇല്ലാണ്ട്. സംഗതി ഗൂഗിൾ മാപ്പിൽ റെസ്റ്റോറൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ പകലും അടവ് തന്നെയാണ് കടകളൊക്കെ. എന്താണെന്നാവും സംഭവം. കുറേ തേടി നടന്നിട്ടാണ് റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈയും ചോറാണ് നമ്മളെ രാജാവ് ഓർഡർ ചെയ്തത്. ഞാൻ ടേസ്റ്റ് നോക്കാനുണ്ടല്ലോ. കാശ്മീരിലെ മസാല ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. ഗ്രേവിയാണ് നല്ല തിക്കുണ്ട് അല്ലേ? നിൻ്റെ ഗ്രേവിയാണ് ഫ്രൈഡേ ബാക്കി ഒന്നും തരും, എണ്ണ കൂടുതൽ ഇതെടുത്തോ. ഗ്രേവി നിർബന്ധമല്ല, അടിപൊളിയാണ്, അടിപൊളി ഗ്രേവിയാണ്, ഒരു രക്ഷയില്ല. കാർഗിൽ നന്നായിട്ട് പണിയിട്ടിരിക്കുകയാണ്, പറഞ്ഞല്ലോ. നല്ല പിന്നെ പനിയുണ്ട്, ജോയിൻ്റ് പെയിൻ ഉണ്ട്, ജലദോഷമുണ്ട്, തൊണ്ടവേദന ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. രാവിലെ എണീറ്റിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുളിച്ച് അതിൻ്റെ ഒരു ഉഷാറിലാണ്. ലൂസായി പോകുന്നുണ്ട് ഉഷാർ. നമുക്കിന്ന് പോകേണ്ടത് 200 കിലോമീറ്റർ ദൂരമുണ്ട്. ലേയിലേക്കാണ്. ലേ ലഡാക്ക് അറിയില്ലേ? അപ്പോൾ ലേയിലേക്ക് പോകണം. പിന്നെ അവിടുന്ന് കുളു മണാലിയൊക്കെയാണ് നമുക്ക് പ്ലാനുള്ളത്. പക്ഷേ ആ റോഡ് അടച്ചിട്ടുണ്ട്. ആദ്യം എങ്ങനെയെങ്കിലും ലേയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ശ്രമത്തിലാണ്. ഓക്സിജൻ്റെ കുറവാണ് മെയിനായിട്ട് തോന്നുന്നുണ്ട്. കാരണം തലവേദന ഉണ്ട്, കണ്ണ് ചുവന്നിട്ടുണ്ട്. 3 ദിവസമായിട്ട് കണ്ണിങ്ങനെ ചുവന്നിരിക്കുകയാണ്. ഇവിടെ 70% ഓക്സിജനുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ 40 ആവും അത്. അങ്ങനെ കാർഗിലിനോടും വിട പറയുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത്
ഇനി നേരെ പോണത് ലേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ലേ ലഡാക്ക് അറിയാമല്ലോ. അപ്പോൾ ലേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി പോണത്. അത്യാവശ്യം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാബ്ലറ്റ് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ടാബ്ലറ്റ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു കണ്ടോ വെയിലും ചൂടൊക്കെ ഉണ്ട്. അതിലാണ് പ്രതീക്ഷ. 200 കിലോമീറ്ററിൻ്റെ അടുത്ത് 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട്. റോഡ് കാര്യങ്ങളൊക്കെ വന്നതുപോലെ ബ്ലോക്കും കാര്യങ്ങളും പിന്നെ ലോറിയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ട്. പിന്നെ റോഡ് ഓൾറെഡി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ലേശൊരു എന്താ പറയുക ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓംലെറ്റും പിന്നെ ബട്ടർ റൊട്ടിയും കഴിച്ച് പിന്നെ ടാബ്ലറ്റ് കഴിച്ച് പിന്നെ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശ്രീനഗർ ലേ ഹൈവേയിലാണ്. നമ്മളിനി ലേയിൽ പോയിട്ട് വേണം നമ്മൾ മണാലിയിലേക്ക് പോകാൻ. മണാലിയിലേക്ക് പോകുമ്പോൾ നമുക്ക് പെട്രോൾ പമ്പ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ 10 ലിറ്ററിൻ്റെ ഒരു ക്യാന് നമ്മൾ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോണ വഴിക്ക് എവിടെയെങ്കിലും ഒരു 10 ലിറ്റർ പെട്രോൾ നമ്മൾ കരുതി വെക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ആ റോഡിപ്പം ക്ലോസ് ആണ്. എന്തായാലും നമ്മൾ ചിലപ്പോൾ അവിടുന്ന് ഇത് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ സംഗതി നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതാ ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇനി ചിലപ്പോൾ 200 കിലോമീറ്റർ 215 കിലോമീറ്റർ ഉണ്ട്. ചിലപ്പോൾ ഒന്നും കിട്ടിയെന്നും വരില്ല, പറയാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇത്തിരി ചുണ്ടും നാമൊക്കെ നനയ്ക്കാമെന്ന് വിചാരിച്ചു. കാർഗിലിൽ നിന്ന് ഏകദേശം 101 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചിട്ട് ഇപ്പോൾ അതാ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഒരു കടയിൽ ഒരു കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്, ഒരു കട്ടൻ കാപ്പി പറഞ്ഞിട്ടുണ്ട്, ഒരു നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ കബാബ് പറഞ്ഞിട്ടുണ്ട്, പക്കോട സെയിം കബാബ് 2 സെയിമാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി റോഡാണ്. ഒരു കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് റോഡാണ് ഈ 100 കിലോമീറ്റർ. ഇനി അങ്ങോട്ട് എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് 100 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റി. പിന്നെ അപ്പോൾ നമ്മൾ ലേയിലേക്കാണ് പോണത്. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേയിൽ നിന്ന് നമ്മൾ മണാലിയിൽ പോകണമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ 400 കിലോമീറ്ററോളം മഞ്ഞ് പൊതഞ്ഞിട്ട് 15 ദിവസത്തോളം കഴിഞ്ഞാലേ റോഡ് ഓപ്പൺ ചെയ്യുള്ളൂ. അതിൽ 100 കിലോമീറ്റർ മഞ്ഞ് ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും 300 കിലോമീറ്റർ ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു ഡിസ്റ്റൻസ് അവിടെ എടുക്കേണ്ടി വരും. എന്തായാലും കാര്യങ്ങളൊന്നും കറക്റ്റ് തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ വന്ന വഴിയെ തിരിച്ചു പോകേണ്ടി വരും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധിസ്റ്റുകൾ എപ്പോഴും ജീവിക്കുന്നത് മലയുടെ ഏറ്റവും മണ്ടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഹൈ ലെവലിൽ പർവ്വതങ്ങളുടെ മുകളിൽ കുന്നുകളുടെ മുകളിലൊക്കെയാണ് അവരെപ്പോഴും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അവരുടെ വീടുകളും അവരുടെ മൊണാസ്ട്രിയും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഇതൊന്ന് അവരുടെ ഒരു സംഭവമാണ്. എക്സ്ട്രീംലി നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞാൽ എല്ലാം പോകുമല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും.
കാരണം ഇതിപ്പോൾ അവരുടെ ഒരു ഏരിയ ആണ്. അപ്പോൾ വീട് എങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഈ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ മൊണാസ്ട്രിയാണ്. ഇത് കണ്ടോ, കുന്നിൻ്റെ മണ്ടയ്ക്ക് കണ്ടോ, പാറയുടെ മേലെ ഒരു ചെറിയൊരു സ്ഥലം കിട്ടില്ല. അവിടെ വളരെ ഡേഞ്ചറായിട്ടാണ് അവർ ഈ സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ അത് പേടിയാവും. ലേയിലേക്ക് ഏകദേശം ഇനി ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ബ്രേക്ക് എടുത്തപ്പോൾ ഒരു പ്രത്യേക മരം, ഇങ്ങനെ നമ്മളെ റബ്ബർ തോട്ടം പോലെ ഇങ്ങനെ ഒരു തോട്ടം കണ്ടിട്ടോ, കണ്ടോ. അതിനിങ്ങനെ കല്ലിൻ്റെ മതിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കല്ലും നമ്മളെ കരിങ്കല്ല്, ഉരുണ്ട കരിങ്കല്ലുകളും അതിൻ്റെ ഇടയ്ക്ക് ചളി ഇങ്ങനെ വാരിയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം. നോക്കുമ്പോൾ ഇത് എന്ത് മരമാണെന്നുള്ള ഇവരുടെ ഒരു പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അത് മാഞ്ഞു പോയി. അപ്പോൾ ഇതിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് കോട്ടൺ വുഡ് എന്ന് പറയുന്ന മരമാണിത്. കോട്ടൺ വുഡ് ഉണ്ടോ, നമ്മളെ റബ്ബറിൻ്റെ ഒക്കെ പോലെ തന്നെ സംഭവം. കോട്ടൺ വുഡാണ് ഇത് സംഭവം. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കോട്ടൺ വുഡ്. അപ്പോൾ അതിൻ്റെ യൂസേജ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് യൂസേജ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൽ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ജോയിൻറ്റ് പെയിനൊക്കെ ഉള്ള ഓയിൽ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അതിൽ യൂസേജായിട്ട് കാണുന്നത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു മരം കാണുന്നത് കേട്ടോ.